മങ്കി ശ്വാസം പിടിച്ചു വെക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അതിന്റെ ബോഡി ബലൂൺ പോലെ പെരുകാൻ തുടങ്ങുന്നു. അത് കണ്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം പേടിച്ച് മാറി നിൽക്കുന്നു. പക്ഷെ ഇയാൾ മാത്രം വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ആ മങ്കി ഇങ്ങനെ മാറിയാൽ അവൻ ചോദിച്ച കാര്യം നടക്കാൻ പോവുകയാണെന്ന് അയാൾക്കറിയാം. അങ്ങനെ അയാൾ എന്താഗ്രഹമാണ് ചോദിച്ചതെന്ന് വെച്ചാൽ അവന്റെ വീട് സ്വർണ്ണ നാണയം കൊണ്ട് നിറയണമെന്നാണ്. ആ മങ്കി ബലൂൺ പോലെ പെരുകി വീണ്ടും പഴയതുപോലെ ആയ അടുത്ത സെക്കൻഡിൽ തന്നെ പടിക്കത്തിൽ നിന്ന് ഒരു ഗോൾഡ് കോയിൻ ഉരുണ്ടുവരുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അതുപോലെ ഒത്തിരി കോയിൻസ് ഉരുണ്ടുവന്ന് ആ വീട് നിറയാൻ തുടങ്ങുന്നു. അയാൾ അത് കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികൾ ആ മങ്കിയെയും എടുത്ത് അവിടെ നിന്ന് ഓടുന്നു. അതിനുശേഷം ആ ഗോൾഡ് കോയിന്റെ അളവ് കൂടുതലായി കടല് പോലെ നിറഞ്ഞ് അയാൾ ഗോൾഡ് കോയിനിൽ മുങ്ങാൻ തുടങ്ങുന്നു. അയാളുടെ തല വരെ ഗോൾഡ് കോയിനിൽ മുങ്ങുന്നു. അതുമാത്രമല്ലാതെ അയാളുടെ വീടിന്റെ വിൻഡോ വരെ തകർത്ത് ആ ഗോൾഡ് കോയിൻസ് പുറത്തു വന്നു വീഴുന്നു. ഇങ്ങനെ ഗോൾഡ് കോയിൻ നിറഞ്ഞതുകൊണ്ട് അയാളുടെ വീട്ടിൽ വിള്ളൽ വീഴാൻ തുടങ്ങുന്നു. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മാന്ത്രിക മങ്കി നിറവേറ്റുന്ന ആഗ്രഹങ്ങൾ സൂര്യപ്രകാശം ഉള്ളതുവരെ മാത്രമേ നിലനിൽക്കൂ. സൂര്യൻ അസ്തമിച്ചാൽ അതും ഇല്ലാതാവും. ഈവനിങ് ആയതും സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവന്റെ വീടിന്റെ സീലിംഗിൽ ക്രാക്ക് വീഴാൻ തുടങ്ങി വീട് തകർന്നു വീഴുന്നു. ഇവിടെ മങ്കിയെ പൊക്കിക്കൊണ്ടുവന്ന കുട്ടികൾ അതിന്റെ സ്വന്തം സ്ഥലമായ കടൽ മണ്ണിൽ കൊണ്ടുവിടുന്നു. അവസാനം ആ മങ്കി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷ് വേണമെങ്കിൽ ചോദിക്കാൻ പറയുന്നു. അതിന് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി എനിക്കൊന്നും വേണ്ട, നീ ഈ മണലിനടിയിൽ 100 വർഷം സമാധാനത്തോടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ആ മങ്കിക്കായി ഒരു വിഷ് ചോദിക്കുന്നു. അവസാനം അത് അവർക്ക് നന്ദി പറഞ്ഞ് മണ്ണിനടിയിലേക്ക് പോകുന്നു.